ഉമ്മാടെ മുഖത്തേക്ക് നോക്കിയാൽ, വാപ്പാടെ മുഖത്തേക്ക് നോക്കിയാൽ എന്തൊരു പ്രതിഫലമാണ്, എന്തൊരു മഹത്വമാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മാ മിൻ വലദിൻ ബാരിൻ യൻദുറു ഇലാ വാലിദൈഹി നദറ റഹ്മ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൻ ഹജ്ജതൻ മബ്റൂറാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്വന്തം ഉമ്മാടെ മുഖത്തേക്ക്, വാപ്പാടെ മുഖത്തേക്ക് സന്തോഷത്തോട് കൂടെ റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ ഒരു നോട്ടമങ്ങ് നോക്കിയാൽ, പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ പോയിക്കൊണ്ട്, മദീനയിൽ പോയിക്കൊണ്ട് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. മബ്റൂറായ, സ്വീകാര്യയോഗ്യമായ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. ഇത് പറഞ്ഞപ്പോൾ ഒരു സ്വഹാബിയത നബിയോട് ചോദിക്കുന്നു, യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്, തങ്ങളെ, എന്റെ ഉമ്മാടെ മുഖത്തേക്ക്, വാപ്പാടെ മുഖത്തേക്ക് 100 പ്രാവശ്യം നോക്കിയാലോ, സന്തോഷത്തോട് കൂടെ, സ്നേഹത്തോട് കൂടെ, പുഞ്ചിരിയോട് കൂടെ 100 പ്രാവശ്യം നോക്കിയാലോ? അവിടത്തെ മറുപടി, 100 ഹജ്ജ, 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. ഇത് പറഞ്ഞപ്പോൾ വീണ്ടും അതാ ഒരു സഹാബിയതാ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഉമ്മയും ബാപ്പയും മോശപ്പെട്ട ഉമ്മയാണെങ്കിലോ, നിസ്കരിക്കാത്ത ഉമ്മയാണ്, അസഭ്യം പറയുന്ന ഉമ്മയാണ്, അനാവശ്യം പറയുന്ന ഉമ്മയാണ്, നോമനുഷ്ഠിക്കാത്ത ഉമ്മയാണ്, തമ്മാടിയായ ഉമ്മയാണ്, വളരെ മോശപ്പെട്ട ഉമ്മയാണെങ്കിലോ തങ്ങളെ, അവിടുത്തെ മറുപടി, നീ എത്ര മോശപ്പെട്ട ഉമ്മയാണെങ്കിലും ശരി, തമ്മാടിയായ ഉമ്മയാണെങ്കിലും, ഉമ്മയും ബാപ്പയും എത്ര മോശപ്പെട്ടവരാകട്ടെ, അതേ സന്തോഷത്തോട് കൂടെ റഹ്മത്തിന്റെ ഒരു നോട്ടമങ്ങ് നോക്കിയാൽ, ഒരു പ്രാവശ്യം നോക്കിയാൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. 100 പ്രാവശ്യം നോക്കിയാൽ 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. ഉമ്മയോടും ബാപ്പയോടും ഒരുപാട് കടമകൾ ഉണ്ട്, ഒരുപാട് കടപ്പാടുകൾ ഉണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്.